ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. This is an event that took place 2000 almost years ago. ഒരു കുടുംബത്തിന്റെ കഥയാണ്. This is a story about a family. അവിടെ ഒരു അപ്പനുണ്ട്, ഒരു അമ്മയുണ്ട്, രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. There is a father and a mother and two children. അവര് കുറേന എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യവുമായി ബന്ധപ്പെട്ട സ്ഥലത്തു നിന്നുള്ളവരാണ്. And they belong to a place called Korea from the African continent. അവര് ഇപ്പോൾ ഉള്ളത് റോം എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും സുപ്രധാന പട്ടണത്തിലാണ്. Now they are staying in Rome, the most prominent nation in the world at that time. അത് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ആഫ്രിക്കയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്നത്തെ ന്യൂയോർക്ക് എന്ന് പറയുന്നത് പോലെ ബൈബിൾ എഴുതിയ സമയത്ത് ഏറ്റവും പരമപ്രധാനമായ സിറ്റിയായ റോമൻ പട്ടണത്തിലേക്ക് വന്നു പാർത്ത ഒരു കുടുംബത്തിന്റെ കഥ. So this is a migrant African family who has come and who is staying in a province of the empire called Rome. എങ്ങനെയാണ് അവരുടെ ജീവിതം ഇങ്ങനെ ഇത്രയും മാറിയത്? And how is this family come into the picture of the gospel? ഇവരെ പറ്റി നമ്മൾ ആദ്യം കാണുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. This family is mentioned in the gospel of Mark for the first time. അവിടെ ഒറ്റ വരിയിലാണ്, ഒറ്റ ലൈനിലാണ് അവരെ പരിചയപ്പെടുത്തുന്നത്. And there is only one scripture that states who they are. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. A certain man from Cyrene, Simon, the father of Alexander and Rufus, was passing on his way in from the country, and they forced him to carry the cross. Amen. ഇത് യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് നടന്ന സംഭവമാണ്. This is an event that took place when Jesus was being crucified. യേശു തന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗോത്തയിലേക്ക് പോകുകയാണ്. And Jesus was carrying his cross all the way to the Mount Golgotha. വീണും എഴുന്നേറ്റും ക്ഷീണിച്ച് അവശനായി യേശു ക്രൂശുമായി പോകുമ്പോൾ Jesus was exhausted, falling and standing up, and he was marching towards Golgotha. പടയാളികൾക്ക് കൊടുത്ത സമയത്തിന് മുമ്പ് യേശുവിനെ ക്രൂശിക്കണമായിരുന്നു. And Jesus was supposed to be crucified within a prescribed time. അതുകൊണ്ട് അവർ യേശുവുമായി ബന്ധപ്പെട്ടു പോകുമ്പോൾ And as they were carrying Jesus along with the cross towards Golgotha, കുറ്റവാളി തന്നെ ക്രൂശ് എടുക്കണമെന്നുള്ളതാണ് നിയമം. and it was a law for the criminal to carry his own cross. യേശുവിനെ കൊണ്ട് പറ്റുന്നില്ല എന്ന് അവർക്ക് തോന്നി. And they understood Jesus was too exhausted to carry his own cross. അവിടെ നിൽക്കുന്നവരെ എല്ലാം നോക്കി ആരായിരിക്കും ഈ ക്രൂശ് എടുക്കാനായി യേശുവിനെ സഹായിക്കുന്നതെന്ന് നോക്കി. So they looked around to see any help who can help Jesus carry the cross. അവിടെ പുരോഹിതന്മാരുണ്ടായിരുന്നു, There were high priests there, പരീശന്മാരുണ്ടായിരുന്നു, there were Pharisees there, സദൂസ്യന്മാരുണ്ടായിരുന്നു, there were Sadducees there, യഹൂദന്മാരുണ്ടായിരുന്നു, there were Jews there, വഴി പോകുന്ന there യാത്രക്കാരുണ്ടായിരുന്നു, were passerby travelers, സ്ത്രീകളും കുഞ്ഞുങ്ങളും there ഉണ്ടായിരുന്നു. were women and children. എല്ലാവരും ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ And as they were watching this event, ആരും ഈ ക്രൂശിലൊന്നും പിടിച്ചില്ല, nobody came to help Jesus with carrying the ആരും cross. ഒന്നും സഹായിച്ചില്ല. Nobody helped them. പടയാളികൾ നോക്കിയപ്പോ And when the soldiers saw, വയലിൽ നിന്ന് കേറി വരുന്ന ഒരു മനുഷ്യനെ കണ്ടു. they saw a man coming out of the field, അദ്ദേഹം ഒരു ആഫ്രിക്കനാണ്. and he was an African man. അതുകൊണ്ട് പടയാളികൾ അദ്ദേഹത്തോട് പറഞ്ഞു, വേഗത്തിൽ ഈ ക്രൂശ് എടുക്കുക. And so he commanded the African to come and carry the cross of Jesus. അവൻ അറിയില്ല ഇത് ആർക്ക് വേണ്ടിയാണ് എടുക്കുന്നതെന്ന്. Simon did not know who is he carrying the cross for. പടയാളികളുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറ് പേടിച്ച് അവൻ ആ ക്രൂശിന്റെ ഒരറ്റം പൊക്കി. So as he was threatened by the whips of the Roman soldier, he picked up the cross of Jesus. ഈ സമയത്ത് അതിന്റെ അപ്പുറത്തെ സൈഡിൽ യേശു നിൽപ്പുണ്ടായിരുന്നു. And Jesus was standing on the other side of the cross. തല മുഴുവനും രക്തം കൊണ്ട് കുളിച്ച്, And he was bleeding all from his head, അല്പം മാത്രം വസ്ത്രം ധരിച്ച്, very scantily dressed. ദൈവപുത്രനായ യേശു And so the Son of God Jesus, അവനെ ഒന്ന് നോക്കി. he looked at Simon, this African, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവൻ, the God who created the heavens and the earth, ഭൂമിയെയും കടലിനെയും സൃഷ്ടിച്ചവൻ, the man who created the land and the sea, വൻകരകളെ സൃഷ്ടിച്ചവൻ, he created the distant shores, സകലത്തെയും ഉളവാക്കിയവൻ. he is the man who created everything you see. അവിടെ നിന്നുകൊണ്ട് ഈ ശിമയോനെ ഒന്ന് നോക്കി. And that Jesus looked at this Simon the African. നിങ്ങൾക്കറിയാമോ, ഈ ശിമയോൻ ആ ക്രൂശ് എടുക്കുമ്പോൾ And this man Simon, as he carried the cross, ആ ക്രൂശിൽ ഉണ്ടായിരുന്ന രക്തം അവന്റെ ശരീരത്തിലേക്ക് സ്പർശിച്ചു. and that blood of Jesus on the cross touched the body of Simon. നമ്മളെ എല്ലാം ആ രക്തം വിശ്വാസത്താലാണ് വിശുദ്ധീകരിക്കുന്നത്, വിടുവിക്കുന്നത്. All of us believe the shed blood of Jesus by faith. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ആ രക്തത്തെ തൊട്ടയാളാണ് ശിമയോൻ. But Simon the African touched literally the blood of Jesus on the cross. 6000 വർഷങ്ങൾക്ക് പുറകിൽ 6000 years ago, ഈ ശിമയോന്റെ അപ്പച്ചന്റെ അപ്പച്ചൻ, വല്യപ്പച്ചൻ
the great grandfather of this African Simeon, നോഹയുടെ മകൻ, the descendant of Noah, നോഹയാൽ ശപിക്കപ്പെട്ടു. Noah cursed his son Ham. അന്നു മുതൽ ശാപം പേറി നടക്കുവായിരുന്നു ആ തലമുറ. And this race inherited the curse of Noah, his father. ആയിരക്കണക്കിന് തലമുറയുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ശപിക്കപ്പെട്ട ശിമെയോൻ. And Simeon was a descendant of the cursed family genealogy of Ham. എന്നാൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അവന്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ, But when the blood of Jesus touched the body of Simon the cursed African, 6000 വർഷത്തെ കേട്ട് അന്ന് പകലിൽ അവിടെ പൊട്ടിമാ. the curse that passed on for 6,000 years was broken by the blood of Jesus. അവന്റെ കുടുംബം തകർന്നെന്ന്, And that family was broken. അവന്റെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കത്തില്ലെന്ന്, And the children would never rise to prosperity. ഇവരെന്നും ഇങ്ങനെ ശപിക്കപ്പെട്ട് കിടക്കുമെന്ന് And they will be cursed for generations. ചിന്തിച്ചടത്തു നിന്ന് From that place of a curse, ഒരു വൃക്ഷത്തെ വളച്ചു നിർത്തിയിട്ട് വെട്ടിവിടുന്നത് പോലെ ആ കുടുംബം അന്ന് പകൽ എഴുന്നേറ്റു. that family was catapulted from a curse to a blessing. ഇന്ന് പകൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. I have a good news for you. വർഷങ്ങളായി നിന്റെ കുടുംബത്തെ തകർത്തു വെച്ച ശാപത്തിന്റെ ശക്തിയെ ഇന്ന് പകൽ യേശുവിന്റെ പരിശുദ്ധ രക്തം വിടുവിക്കുന്ന പകലാണ്. That curse that has been passed on from generations today, that the blood of Jesus will set you free from that curse. നീയും നിന്റെ കുടുംബവും, Me and my family, നിന്റെ തലമുറയും, and your family, അടുത്ത തലമുറയ്ക്ക് ഒരു സംസാരമായി മാറാൻ പോകും. your generation will be a testimony to the next generation. അടുത്ത തലമുറ നിന്നെ കുറിച്ച് സംസാരിക്കും. The next generation shall talk about അടുത്ത you. തലമുറയിൽ നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് The സംസാരിക്കും. next generation will give testimony about your children. അവര് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, That this is what they may say. ഈ കുടുംബം തകർന്നു കിടന്നതാണ്, This family was broken, എന്നാൽ അവരെ യേശു ഉയർത്തി but Jesus rose them up. പട്ടണത്തിന്റെ അധിപന്മാരായി, And they became the elders of the city. ദേശത്തിന്റെ തലവന്മാരായി, And they became the heads of nations. അവരുടെ തലമുറകളെ ദൈവം ഉയർത്തി. And their generations were raised by Jesus. നിന്റെ അപ്പച്ചന്മാരൊന്നും ആ പഞ്ചായത്തിനപ്പുറം കണ്ടിട്ടില്ലായിരിക്കാം, Nobody among your ancestors would have seen. എന്നാൽ നിന്റെ തലമുറ ആകാശങ്ങളിൽ വാഹനമേറി, മേഘോന്നതങ്ങളിൽ വാഹനമേറി പട്ടണങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും. But your generation shall be a blessing to the cities of the nations. നിന്റെ തകർച്ചയുടെ കാലം കഴിഞ്ഞു, Your season of brokenness is over. നിന്റെ ദാരിദ്ര്യത്തിന്റെ കാലം കഴിഞ്ഞു, Your season of poverty is over. നിന്റെ കുടുംബം എഴുന്നേൽക്കുന്ന സീസണാ. This is your season. Your family will arise. ആഫ്രിക്കയിലെ ഒരു കൊച്ചു ഗ്രാമമായ ഖുറേനിൽ നിന്ന് ഈ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. Simon was brought from a small village in Africa. അവൻ സഭയുടെ എൽഡർ സ്ഥാനത്തേക്ക് വന്നു. And he reached the point of leadership in a church. അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായം 1 വാക്യത്തിൽ അവൻ സഭയിൽ പ്രധാനപ്പെട്ട ഒരാളായി മാറി. Acts chapter 13 we see Simon becoming a prominent man in the church. എന്നാൽ റോമാ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ആ കുടുംബത്തെ എനിക്ക് മറക്കാൻ പറ്റില്ല. So in Apostle Paul in Romans 16 says, I cannot forget that family. ആ അപ്പോസ്തലന്മാർക്ക് മറക്കാൻ പറ്റാത്ത ഒരു കുടുംബമായി ആ കുടുംബം മാറി. The Lord made him, that family, a very significant family in the church. സഭ പൊളിക്കുന്നവനെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്, സഭയെ പണിയുന്നവന്റെ കുടുംബത്തെ മറക്കാത്ത ദൈവം. The Lord who will never forget the man who builds the church. അപ്പോസ്തലൻ പറയാ, എനിക്ക് മറക്കാൻ പറ്റില്ല. Paul says, I cannot forget that family. രൂഫസും അലക്സാണ്ടറും Rufus and Alexander, അവർ കർത്താവിൽ പ്രസിദ്ധരായി മാറി. they are prominent in the Lord. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. I prophesy to you from Romans 16:13. നിന്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രസിദ്ധരുമായി മാറും. Your generation shall become an influential generation in the nations of the world. Come on. നിന്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രസിദ്ധരുമായി മാറും. Your generation shall be influential, mighty influencers in this generation. അടൂർ ഗ്രേസ് ഫാമിലി ചർച്ചിനകത്ത് ആരാധിക്കുന്ന നിന്റെ തലമുറ പ്രസിഡന്റുമാർക്ക് കൗൺസിൽ കൊടുക്കുന്നവരായിരിക്കും, രാജാക്കന്മാർക്ക് അവൻ ന്യായപാലനം പറഞ്ഞു കൊടുക്കാൻ സഹായിക്കുന്നവരായിരിക്കും. Your generation shall be lawmakers in the nation.
അങ്ങനത്തെ കുഞ്ഞുങ്ങളെ ദൈവം ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കും. May the Lord raise such children from our midst. റൂഫസ് അലക്സാണ്ടർ. Rufus and Alexander. ബൈബിൾ പറയുന്നു റൂഫസ് കർത്താവിൽ പ്രസിദ്ധനായി. Rufus became prominent in the Lord, the Bible says. ഞാൻ കേട്ടത് ഗവർണറായി അലക്സാണ്ടർ മാറി. And Alexander became a governor of a province. ഒരു കുടുംബത്തിന്റെ ശാപം മാറിയപ്പോൾ കഥ മാറി. When the curse was removed, their destiny changed. ഇന്ന് പകൽ നിന്റെ പിതാക്കന്മാരുടെ കാലം തൊട്ട് തട്ടിയും മുട്ടിയും ഒതുക്കിയും അടച്ചും പിടിച്ചും നിന്നെ വലിച്ചു പുറകോട്ട് വിട്ട നീ പോലും അറിയാത്ത ചില ശാപങ്ങൾ ഇന്ന് പകലിൽ എന്റെ കർത്താവ് പൊട്ടിച്ചു മാറ്റുകയാണ്. The curse that has been breaking you, holding you back, this morning the Lord is breaking it from your neck. Hallelujah. എന്താണ് ശാപം? What is a curse? ശാപത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, in one word, if you can explain, ദൈവിക അനുഗ്രഹത്തിന്റെ അസാന്നിധ്യമാണ് ശാപം. ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും അവിടെ കാണില്ല. Amen. It is a consequence of breaking God's commandments. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുകയാണ്. We are just making a life that is barely enough. പലതും ചെയ്യാൻ നോക്കുന്നുണ്ടൊന്നും സക്സസ് ആകുന്നില്ല. You are attempting many things, but we are not successful because of a curse in our bloodline. അവരുടെ ജീവിതത്തിൽ ജീവനോ വെളിച്ചമോ കാണില്ല. There is no light or life in people who have such curses. സ്റ്റേജിൽ അരങ്ങു തകർക്കുന്ന പാവക്കൂത്തു പോലെ ആരുടെയൊക്കെ ചരടുവലിയിൽ മുമ്പോട്ട് പോകുകയാണ്. They are like puppets moving in accordance to some other influence in their blood. നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർ ഇതിൽ വിശ്വസിക്കുന്നില്ല. Some people do not believe that we can live under a curse. അവര് പറയുന്നത് നമുക്ക് ശാപം ഇല്ല എന്നാണ്. Many people say we can't be under a curse in the new covenant. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട വാക്യം ഗലാത്യലേഖനം 3:13 ആണ്. And they quote the scripture from Galatians chapter 3 and verse 13. ആ വാക്യം ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങി. And Jesus has redeemed us from the curse of the law. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. And he has purchased us freedom from the curse of the law. ആമേൻ. അതുകൊണ്ട് ഇനി ശാപമില്ല എന്ന് പ്രസംഗിക്കുന്നു. So many people say there is no curse anymore after Galatians 3:13. യേശു ക്രൂശിൽ ശാപമായി മാറിയപ്പോൾ Jesus became the cross for humanity on the cross. അത് നമ്മുടെ മേൽ വിടുതലായി തന്നെ മാറി. And it has become freedom from curse for everyone. എന്നാൽ ആർക്കാണ് അത് അനുഭവിക്കാൻ പറ്റുന്നത്? But who can actually enjoy the freedom from the curse? ആർക്കാണ് അത് അനുഭവിക്കാൻ പറ്റുന്നത്? Who can be free from the curse? യേശു ക്രൂശിൽ ശാപം മാത്രമേ വഹിച്ചുള്ളൂ? Jesus only set us free from the curse on the cross? അല്ല. No. അവൻ രോഗത്തെയും വഹിച്ചു. Jesus also carried our sickness on the cross. അതിന്റെ അർത്ഥം ഇതിനകത്തിരിക്കുന്ന ആർക്കും രോഗമില്ലെന്നാണോ? Does that mean that none of us here are sick because Jesus carried our sickness on the cross? ശരീരത്തിൽ ഒരു രോഗം പോലും ഇല്ലാത്തവർ കൈയൊന്ന് ഉയർത്താൻ പറഞ്ഞാൽ എത്ര പേര് ഉയർത്തുമെന്ന് എനിക്ക് If I ask you this morning, can you lift your hands if you are completely without sickness? How many can raise your hands? അതിന്റെ അർത്ഥം, which means യേശു കാൽവറിയിൽ രോഗത്തെ വഹിച്ചു. Jesus carried all our sickness on the cross. എന്നാൽ ആർക്കാണ് അത് അനുഭവിക്കാൻ പറ്റുന്നത്? But who can enjoy the freedom from sickness? ഒരു ഉദാഹരണം പറയാം. Let me give you an example. എന്റെ ഭാര്യ നല്ല ബിരിയാണി വെക്കുന്ന ഒരാളാണ്. My wife cooks good biryani. ആ ബിരിയാണി വെച്ചിട്ട് എന്നോട് പറയും, and she makes biryani and she tells me, ബിരിയാണി റെഡിയായി. darling, the biryani is ready. അപ്പോൾ ഞാൻ അത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബിരിയാണി റെഡിയായോ? And if I'm busy with something, I'll ask her, is the biryani ready? യെസ്, ബിരിയാണി റെഡിയായി. സലാഡ് ഉണ്ട്, അതിന്റെ മുകളിൽ എന്തൊക്കെയോ പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സൂപ്പറാണ്. Biryani is all ready. പക്ഷേ എനിക്ക് അതുകൊണ്ട് വയറ് നിറയില്ല. But just because the biryani is ready, that doesn't mean my stomach is filled now. ഞാൻ പോയി കൈ കഴുകണം. If I have to enjoy the biryani, I need to wash my hands. വേണമെങ്കിൽ if I want to. പ്ലേറ്റ് എടുക്കണം. And then I take the plate. അത് വിളമ്പണം. And I have to serve the food. ആസ്വദിച്ച് ഞാൻ കഴിക്കണം. And I have to eat it if I have to enjoy the biryani my wife has made. എന്നാൽ മാത്രമേ ആ ബിരിയാണി എൻ്റെ വയറിന് പ്രയോജനമാകൂ. Only if I do these things can I enjoy the biryani my wife has made. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2000 years ago യേശു ശാപത്തെ മാറ്റി. Jesus removed our curse. അത് സത്യമാണ്. It is a truth. എന്നാൽ but നിന്റെ കുടുംബത്തിൽ ഇപ്പോഴും നീ അറിയാത്ത ചില ശാപങ്ങൾ അനുഗമിക്കുന്നില്ലേ? But if we can still be under a curse today, അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? we can only remove that curse. ഇന്ന് പകലിൽ
this morning, വിശ്വസിച്ചുകൊണ്ട് അതിനെ സ്വായത്തമാക്കുക. today morning, you have to appropriate what Jesus did for you on the cross and make it your own. ആ ഭക്ഷണം കഴിക്കാൻ നാം ഒരുങ്ങി റെഡിയായി വരുന്നത് പോലെ, Just like how I prepare myself to have the biryani, ഇന്ന് പകലിൽ യേശു കാൽവറിയിൽ എടുത്ത ശാപത്തിന്റെ വിടുതലിനെ നീ പ്രാപിക്കേണ്ടതിന് നീ സജ്ജമാകുക, നീ റെഡിയാകുക. similarly, you need to prepare your heart and receive the freedom from the curse and appropriate it to your life. ഒന്ന് രണ്ട് ശാപങ്ങളെ ഞാൻ വേഗത്തിൽ പരിചയപ്പെടുത്താം. Let me introduce a few curses to you. അതിനെ പറ്റി പറയാനല്ല ഞങ്ങൾ വന്നത്. I'm not here to just tell you about the ഇത് curse. കേൾക്കുന്ന സകലരും അതിൽ നിന്ന് വിടുതൽ But പ്രാപിക്കേണ്ടതിനാണ്. you will be free from those curses as you hear my message. ശാപത്തെയും അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ When we hear about the teaching on the curse and blessing, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആദ്യത്തെ പുസ്തകം ആവർത്തന പുസ്തകമായിരിക്കും. and Deuteronomy is the first book that comes to our mind. ആവർത്തന പുസ്തകം Deuteronomy of the Old Testament. കേട്ടിട്ടുണ്ടോ ആവർത്തന പുസ്തകം എന്ന്? Have you heard of the book called Deuteronomy? നോ. യെസ്. ഉണ്ട്, ഇല്ല, ഉണ്ടില്ല. Yes or no? അഞ്ചാമത്തെ പുസ്തകമാണ് ബൈബിളിലെ ആവർത്തന പുസ്തകം. Deuteronomy is the fifth book of the Old Testament. ആവർത്തന പുസ്തകത്തിന് പേര് അതിന്റെ ആ വാക്കുപോലെ തന്നെ അർത്ഥമുള്ളതാണ്. Deuteronomy means the repetition of Moses has already said. Wow. Amen. അതെന്താണ് ആ പേര് വരാൻ കാരണം? What is the reason Deuteronomy was named Deuteronomy? മിസ്രൈമിൽ നിന്ന് ജനം പുറപ്പെട്ടു. When the Israelites were coming out of Egypt, 30 ലക്ഷം പേരുണ്ടായിരുന്നു. 30 lakh people left Egypt. ഓക്കേ, 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു. 6 lakhs of people, of men. അതിനകത്തുള്ള സകല പുരുഷന്മാരും 20 വയസ്സിന് മുകളിലുള്ളവർ മുഴുവനും മരുഭൂമിയിൽ മരിച്ചുപോയി. All of the men who were about 20 years were destroyed in their wilderness journey. 2 പേര് മാത്രമാണ് മോശയോടൊപ്പം ശേഷിച്ചത്, പുറപ്പെട്ടത്. ആരൊക്കെയാണെന്നറിയാമോ? 2 people were left in that generation to serve along with the next generation. Who were they? Come on. യോശുവയും കാലേബും. നല്ലൊരു കൈയടി കൊടുത്താട്ടെ. Joshua and Caleb. Come on, clap your hands for them. Amen. അതിന്റെ അർത്ഥം 40 വർഷം കഴിഞ്ഞപ്പോൾ ഈ 3 പേര് തന്നെ നല്ല. That doesn't mean that these people came through after 40 years. അവർ 3 മാത്രമല്ല. It is not just the 3 of them. മരുഭൂമിയിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു, മരുഭൂമിയിൽ വെച്ച്. There were many children who were born in that journey in the wilderness. 40 വർഷം ഉണ്ടായിരുന്നു. And it was 40 years in the wilderness. 10,000 ചെറുപ്പക്കാർ ഉയർന്നു വന്നു. And so many young people were born in that journey. എന്നാൽ But ദൈവത്തിന്റെ അത്ഭുതം കണ്ട പഴയ തലമുറ മാറിപ്പോയി. most of the old generation who saw the hand of God had passed away. ഉടനെ ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കി. So God made a statute, a law. മോശയോട് പറഞ്ഞു, And he told Moses, ഞാൻ നിന്നെ പുറപ്പെടുവിച്ച സംഗതികൾ ഈ തലമുറ അറിയണം. I want the next generation to know what I have done for the previous generation. ആകാശത്ത് കൂടെ അത്ഭുതം ചെയ്തത്, കരയിലൂടെ അത്ഭുതം ചെയ്തത്, കടലിലൂടെ അത്ഭുതം ചെയ്തത് ഇവർക്ക് അറിയില്ല, അവരറിയണം. The next generation should know the miracles I have done in the skies, on the land and the sea. അതുകൊണ്ട് ഞാൻ അറിയിച്ചതും പറഞ്ഞതും ചെയ്തതുമെല്ലാം നീ എഴുതാൻ പറഞ്ഞു. So I want you to write down all these miracles which you have seen for the next generation to know. അങ്ങനെ മരുഭൂമിയിൽ നടന്ന ദൈവപ്രവർത്തികൾ എഴുതിയതാണ് ആവർത്തന പുസ്തകം. So Deuteronomy was a history of all the events that took place in the wilderness journey. തൈര് കടഞ്ഞെടുത്ത് വെണ്ണ എന്നതുപോലെ 40 വർഷത്തെ കാര്യങ്ങളെ മുഴുവനും കൂടെ ക്രോഡീകരിച്ച് ഒരു പുസ്തകമാക്കി. അതിന്റെ പേരാണ് ആവർത്തന പുസ്തകം. Like a cream that comes out of the milk is the essence of the book of Deuteronomy. Praise the Lord. Hallelujah. ആ ആവർത്തന പുസ്തകത്തിൽ In the book of Deuteronomy, അനവധി പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് ശാപവും അനുഗ്രഹവും. many repetitively this topic, this theme of curse and blessing is mentioned. പ്രത്യേകിച്ചും Especially 28-ാം അധ്യായത്തിലാണ് അതിനെ പറ്റി പറയുന്നത്. Especially chapter 28 of Deuteronomy. ദൈവം എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു. And the Lord said something in Deuteronomy. ആവർത്തന പുസ്തകം 30:19 പറയുകയാണ്. Deuteronomy chapter 30 and verse 19 says, ഇത് ശ്രദ്ധിച്ചു കേൾക്കണേ. please listen carefully. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. This day I call heavens and the earth as witnesses against you that I have set before you life and death, blessing and curses. എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. And I call heavens and earth as witnesses against you. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന്, so that your children and your descendants may live. യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും
ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തെ നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും. മതി. അപ്പോ ശാപം അനുഗ്രഹവും ദൈവം വെച്ചിട്ട് പറഞ്ഞതുണ്ട്, ആകാശവും ഭൂമിയും ഞാൻ സാക്ഷിയാക്കി വെച്ചിരിക്കുക. God kept curse and blessing before the people and said, I keep heaven and earth as witnesses before you. Amen. Amen. യേശുവിന്റെ കാൽവറി മരണം കഴിഞ്ഞതോടെ ശാപം മാറി എന്ന് വിശ്വസിക്കുക മാത്രമല്ല, അത് പ്രാപിക്കുന്നവരുടെ മേൽ അത് വെളിപ്പെടും. People who have believed that Jesus has dealt with the cross and receive it into their life, they will be free from the bondages of the curse. എന്നാൽ പൂർണ്ണമായി ആ ശാപം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ്, if you are totally set free from the curses, മാറിയില്ല എന്നുള്ളതിന്റെ തെളിവാണ്, if the curses still abide, then these signs shall follow. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ പറഞ്ഞു, സ്ത്രീ വേദനയോടെ പ്രസവിക്കും. In Genesis chapter 3, one of the result of a curse was a painful childbearing for a woman. രണ്ടാമത്തെ ശാപമാണ്, നീ വിയർപ്പോടെ അപ്പം കഴിക്കും. The next curse was, you will eat your bread with sweat on your brow. വേർക്കാത്തവരാരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ട്? Is there anybody who does not sweat in this hall? They are very silent. പാമ്പിനെ നോക്കി ശപിച്ചു, നീ ഇഴയും. And he looked at God looked at the serpent and said, you will crawl on your belly on the ground. അതുവരെ അത് പറക്കുവോ നടക്കുവോ ഒക്കെ ആയിരുന്നു, പക്ഷെ അന്ന് തൊട്ട് ഇഴയാൻ തുടങ്ങി. Up until then it used to walk upright, but from the day it was cursed, it began to crawl on its belly. ഭൂമിയെ നോക്കി ദൈവം ശപിച്ചു. God looked at the ground and he cursed it. മുള്ളും പറക്കാരയും മുളയ്ക്കും. He said, thistles and thorns will come out of you. ഏതെങ്കിലും അയ്യത്ത് മുള്ളില്ലാത്തവരുണ്ടോ ഇവിടെ? Any ground without thistles and thorns today? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കാണിക്കുമ്പോൾ ശാപം മാറിയിട്ടില്ല. So all these things, if it still persists, it shows that the curse is still at work. എന്നാൽ ഒരു ഗുഡ് ന്യൂസ്. But I have a good news. അത് കേൾക്കാൻ റെഡിയാണോ? Are you ready? വെളിപ്പാട് 22:3 പറയുകയാണ്. In Revelation chapter 22 and verse 3, go for it. 22:3 പറയുകയാണ്, യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. In Revelation 22:3 says, from now onwards there shall be no more curse. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? When will that happen? യേശു തന്റെ സഭയുമായി 1000 ആണ്ട് വാഴ്ച നടന്നു കഴിയുമ്പോൾ ശാപത്തെ ഇവിടുന്ന് തുടച്ചു കളയും. After the millennial reign of Jesus and his church on the earth, then there shall be no more curse. Hallelujah. അതിനു മുമ്പ് നടക്കുന്ന മറ്റൊരു സംഭവം. And there's another event that happens before that. വെളിപ്പാട് 21:1 പറയുകയാണ്. Revelation chapter 21 and verse 1. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. I saw new heavens and new earth. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. The first heaven and the first earth has moved away. നിങ്ങൾക്ക് മനസ്സിലായോ വാക്യത്തിന്റെ അർത്ഥം? Did you understand what the verse says? പണ്ട് ശാപം എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ആകാശത്തെയും ഭൂമിയെയും ദൈവം നിർത്തിയിട്ട് പറഞ്ഞു, ഇവർ ഇതിന്റെ സാക്ഷിയായിരിക്കും. എന്നാൽ ശാപം മാറിയപ്പോൾ ദൈവം പറഞ്ഞു, അതിനു മുമ്പ് ഞാൻ ആകാശത്തെയും ഭൂമിയെയും മാറ്റിയിരിക്കുന്നു. In the beginning he said, he called the heavens and earth as witnesses and presented the blessing and curse. But now he removes that witness, heaven and earth, and he has presented a curse-free life on earth. ആകാശവും ഭൂമിയും മാറ്റി. The old heavens and the old earth was removed. പഴയ ആകാശവും പഴയ ഭൂമിയും മാറ്റി. The old heavens and the old earth was removed. എന്നിട്ട് ശാപമില്ലാത്തതിനു മുമ്പ് ദൈവം പുതിയ ആകാശത്തെയും ഭൂമിയെയും കൊണ്ടിട്ട് പറഞ്ഞു, ഇനിയും ശാപം അവർക്കുണ്ടാകയില്ല. And after the millennium he created the new heavens and the new earth and said, now there shall be no more curse. അപ്പോൾ നിങ്ങൾ പറയും, പാസ്റ്ററെ അതുവരെ ഞാൻ സഹിച്ചിരിക്കണോ? So you are asking me, pastor, am I still under a curse until then? ഈ അന്തരീക്ഷത്തിൽ നിന്റെ കുടുംബത്തിന്റെ മേൽ അത്ഭുതങ്ങളെ ചെയ്യാൻ അവിടുന്ന് ഇറങ്ങി വരികയാണ്. This morning you can be free from every curse in the name of Jesus before this service ends. ദൈവം ഈ വിഷയം പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ, so when the Lord laid on my heart to teach you this, പല ദൈവദാസന്മാരുടെയും വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. and I began to study every man of God's teaching on this subject. അതിനകത്ത് പലരും പറഞ്ഞ ഒരു അനുഭവം ഞാൻ പറയാൻ പോകുകയാണ്. And many of them have shared a common testimony. അവർ പറയുകയാണ്, ശാപവും അനുഗ്രഹവും ഉണ്ടോ എന്നറിയാൻ, if you want to know if there is a blessing or a curse, അവർ കഴിഞ്ഞ തലമുറയിലെ 2 വ്യക്തികളെ പഠിച്ചു.
He studied the life of two people in the previous generation ശാപവും അനുഗ്രഹവും ഉണ്ടോ എന്നറിയാൻ. to know if there is a curse and a blessing. ഞാൻ ഓൾറെഡി പറഞ്ഞു, ശാപം എന്ന് പറഞ്ഞാൽ ദൈവിക സമൃദ്ധി ഇല്ലാത്തത്, ദൈവിക ജീവൻ ഇല്ലാത്തത്, ദൈവത്തിന്റെ അനുഗ്രഹം കാണാത്തത്. A life of a curse is a one without fruit, without the blessings of the Lord. അതുകൊണ്ട് അവർ അമേരിക്കയിൽ 2 കുടുംബങ്ങളെ പഠിച്ചു. So they studied the lineage of 2 families in the United States. ഒന്ന് ജോനാഥാൻ എഡ്വാർഡ് എന്ന് പറയുന്ന നമ്മളെ പോലെ യേശുവിനെ സ്നേഹിച്ച ഒരു വിശ്വാസിയുടെ കുടുംബം. One of them was Jonathan Edwards, somebody who loved the Lord Jesus. രണ്ടാമത്തെ ആള് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന, സയൻസ് ആണ് എല്ലാത്തിനും കാരണമെന്ന് വിശ്വസിക്കുന്ന, ദൈവം ഇല്ലെന്ന് പറയുന്ന മാക്സ് ഡൂക്ക്. Max Duke was an atheist who was the next person that we are going to study. ജോനാഥാൻ എഡ്വാർഡ് ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. Jonathan Edwards was a disciple of the Lord Jesus. വചനം വായിക്കും. He used to read the Bible. പാട്ട് പാടും. He used to sing songs of അവൻ praise. സഭയിൽ പോകും. He used to have fellowship with the church. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുന്ന സമയമായപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൊച്ചിനെ ഭാര്യയായി And സ്വീകരിച്ചു. because he was a believer, he got married to another believer. അവർക്ക് ദൈവം 1394 സന്തതി പരമ്പരകൾ, അതായത് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെ എല്ലാം കൂടെ ചേർത്ത് 1394 പേര്. 1394 descendants did Jonathan Edwards have. അവരുടെ മക്കളുടെ കാര്യമല്ല, മക്കളെ കൊച്ചുമക്കളെ തലമുറകൾ അങ്ങനെ മാറി. I'm talking about their generations. എന്നിട്ട് അവരെ എല്ലാം കൂടെ പഠിച്ചു. And they studied all their lifestyle. അതിനകത്ത് 295 പേർ ഹയർ എഡ്യൂക്കേഷൻ നേടിയവരാണ്. 295 descendants of Jonathan Edwards acquired higher education. 65 പേര് പ്രൊഫസേഴ്സ് ആയിരുന്നു. 65 of their descendants became professors in 30 university. പേർ ജഡ്ജസ്മാരായിരുന്നു. 30 of them became judges. 56 പേര് ഇദ്ദേഹത്തെ പോലെ ഡോക്ടേഴ്സ് ആയിരുന്നു. 56 of their descendants became doctors. 2 പേർ അമേരിക്കൻ ട്രഷറിയുടെ ഗവർണേഴ്സ് ആയിരുന്നു. 2 of Jonathan Edwards' descendants became the treasury of the American government. 3 പേർ അമേരിക്കയിലെ ഗവർണേഴ്സ് ആയി. 3 of them became the governors in the United അതിനകത്ത് States. സെനറ്റേഴ്സ് ഉണ്ടായിരുന്നു. They were senators in their generations. അതിനകത്ത് മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. There were medical doctors among his അമേരിക്കൻ descendants. വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. There were vice presidents from the lineage of 100 Jonathan Edwards. മിഷണറിമാരുണ്ടായിരുന്നു. There were hundreds of missionaries from his family. ഒരു സന്തോഷ വാർത്ത, And another good news. അവരിൽ ഒരു ഡ്രഗ് അഡിക്ട്സ് പോലും ഇല്ലായിരുന്നു. None of his descendants were drug addicts. ഒരു കുറ്റവാളി ഇല്ലായിരുന്നു. There was not a criminal in their descendants. നീ ഇന്ന് യേശുവിന് വേണ്ടി എടുത്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് ഇവിടം കൊണ്ട് തീരുവല്ല, ജനിച്ചതിനെയും ജനിക്കാൻ പോകുന്നതിനെയും തൊടുന്നതാണ് ആ സ്റ്റെപ്പ്. When you believe in the Lord Jesus, the blessing of heaven is not just for you but for the generations to come after you. എന്നാൽ എയ്ത്തിസ്റ്റ് മാക്സ് ഡ്യൂക്കിന്റെ മക്കൾ, Now let's look at Max Duke and his family. ദൈവം ഇല്ലെന്ന് വിശ്വസിച്ചു. The Max Duke was an atheist. ഈ കള്ളത്തരമാണെന്ന് വിശ്വസിച്ചതെല്ലാം. He did not believe in the Bible. പ്രാർത്ഥന കള്ളത്തരമാണ്. But there is no truth in the prayer life. ഇതെല്ലാം ഉഡായിപ്പാണെന്ന് വിശ്വസിച്ചു. He thought all this is a big conspiracy. അങ്ങനെ തന്നെയുള്ള ഒരു പെണ്ണിനെ അദ്ദേഹത്തിന് ഭാര്യയായി കിട്ടി. And Max Duke ended up marrying another atheist like himself. അവർക്ക് 560 തലമുറകൾ ഉണ്ടായി. They had 560 generations, children and grandchildren. അതിനകത്ത് 310 പേർ ദരിദ്രരായി മാറി. There were 310 people who were paupers. അവർ 150 പേർ ക്രിമിനൽസ് ആയി മാറി. There were 150 descendants of Max Dukes who became criminals. കുറ്റവാളികളായി. Criminals. Yes. 100 പേർ മദ്യപാനികളായി മാറി. 100 people became alcoholics. അവരുടെ പല പെൺകുഞ്ഞുങ്ങളും പ്രോസ്റ്റിറ്റ്യൂഷൻ, വ്യഭിചാരം ചെയ്യാനായി പോയി. Many of his descendants, daughters and granddaughters became prostitutes. ഇവരുടെ മക്കളെ തീറ്റിപ്പോറ്റാൻ 4 കോടി രൂപ അമേരിക്കൻ ഗവൺമെന്റിന് ചെലവായി. ജയിലിൽ To take care of all these criminals from his generations, the government of United States had to spend $40 million. ഇത് ചുമ്മാ കഥ ഉണ്ടാക്കി പറയല്ല, നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച കിട്ടുന്ന കാര്യം. You can search this in the Google and this information Wikipedia will give you. ദൈവത്തെ വേണ്ടാന്ന് പറഞ്ഞവന്റെ തലമുറ ഗവൺമെന്റിന് ഭാരമായി മാറി. The family who betrayed God, denied God, became a liability to the government.
ദൈവമില്ലെങ്കിൽ ശാപം നിന്റെ വീട്ടിലുണ്ടാകും. If there is no Jesus, your house will be full of curses. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവന്റെ തലമുറ രാജ്യത്തിനൊരു അനുഗ്രഹമായി But Jesus in the family makes you a blessing to the generations and the nations. ഞാൻ എന്തിനാണ് ജോനാഥൻ എഡ്വാർഡിന്റെയും മാക്സ് ഡ്യൂക്കിന്റെയും കാര്യം ഇവിടെ പറഞ്ഞത്? Why did I tell you about Jonathan Edwards and Mac Dukes? ഇന്ന് പകലിൽ നിന്റെ കുടുംബത്തിന്റെ അനന്തരാവകാശികൾ, തലമുറകൾ, നാളുകളിൽ നീ രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുമെന്ന് കണ്ടോണ്ട് കരമടിച്ച് ആമേൻ പറയാൻ തയ്യാറാണ്. I want you to stand on your feet and declare prophetically that your generations shall be lawmakers in the nations and nation changers across the world. Hallelujah. കരമടിച്ച് ആമേൻ പറഞ്ഞു. Hallelujah. Clap your hands for the Lord. ഞാൻ വിശ്വസിക്കുന്നു, I believe യേശുവേ എന്ന് വിളിക്കുന്ന നിന്റെ തലമുറ നശിക്കത്തില്ല. that those who call on the name of the Lord shall be saved. നിന്റെ കുടുംബം നശിക്കത്തില്ല. Your family shall be saved. ജോനാഥൻ എഡ്വേർഡിന്റെ കാര്യത്തെ പറ്റി, അദ്ദേഹത്തെ കുടുംബത്തെ പറ്റി ഇന്ന് നിജുപാസ് പ്രസംഗിച്ചതുപോലെ നിന്റെ തലമുറയെ പറ്റി Oh, നാളെ രാജ്യങ്ങൾ പ്രസംഗിക്കും. I prophesy your generation shall be generation like a generation of Jonathan Edwards. I prophesy in Jesus' name. Amen. Amen. ചില കുടുംബങ്ങൾ ശാപത്തിന്റെ കീഴിൽ കിടക്കുകയാണ്. Many families are still bound in the power of the curse. അത് അവര് ചെയ്ത പ്രശ്നം കൊണ്ടല്ല. It is not because of their own doing, അവരുടെ അപ്പച്ചന്മാരുടെ കാലം തൊട്ട് കൈമാറി വന്നു. but it is an iniquity that has passed on through their ancestors' bloodline. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. The Bible clearly teaches us. നിങ്ങളുടെ അപ്പച്ചന്മാർ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു. When your ancestors were living, you were in their loins. നിങ്ങൾ അവരിലുണ്ടായിരുന്നു. You were in their loins, in their bloodline. അടുത്തത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. Listen very carefully for my next statement. അവർ പിശാചിന് തുറന്നു കൊടുത്ത ഓരോ വാതിലും, Come on. Every door our ancestors opened and invited the devils. അത് നിങ്ങൾ ചെയ്തതല്ല. It is not your invitation. It is your ancestors' invitation to the devil. അപ്പച്ചന്മാർ അറിഞ്ഞോ അറിയാതെയോ തുറന്നു കൊടുത്തു. Our ancestors opened doors for entry to the demons knowingly or unknowingly. അവർ ചെയ്ത ആ നീചകൃത്യങ്ങൾ, അവർ ചെയ്ത ആ പ്രശ്നങ്ങൾ അവരിലേക്ക് കൈമാറി വന്നു. And they inherited the iniquities done by their forefathers. Yes. അങ്ങനെയൊക്കെ സംഭവിക്കുമോ പാസ്റ്റർ? Oh, will that really happen, pastor? റീജ പണ്ടൊരു പോക്കറ്റ് അടിക്കാരിയെ കല്യാണം കഴിച്ചു. There was a pickpocket who got married to a pickpocketess. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. And they had a child born. അപ്പൊ പ്രസവം എടുത്ത നേഴ്സ്, The midwife who did the delivery, ആ കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് അയ്യോ അയ്യോ എന്ന് അവര് കരഞ്ഞു. the midwife who was taking the baby out began to cry, ayo ayo. ആളുകൾ ഓടിച്ചെന്ന് ചോദിച്ചു എന്തോ പറ്റിയെന്ന്. And so people gathered around the midwife and asked what happened. അവര് പറഞ്ഞു എന്റെ കയ്യെ കിടന്ന മോതിരം കാണുന്നില്ലെന്ന്. I just lost my wedding ring, she said. പോക്കറ്റിക്കാരന്റെ കുഞ്ഞ് ജനിച്ചപ്പോഴേ മോതിരം കൊണ്ടാ പോന്നെ. So if you are parents who are pickpocketers, we have a natural tendency to pickpocket. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ, even if you believe it or not, ഏതൊക്കെയോ കാലത്ത് തുറന്നു കൊടുത്ത വാതിൽ ഇന്ന് അടയട്ടെ. there is a bloodline that has opened among the ancestors over our life. Let that shut in Jesus' name. മന്ത്രവാദത്തിന് വേണ്ടി, for sorcery, ആഭിചാരത്തിന് വേണ്ടി, for witchcraft, മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി, for treachery and cheating others, ചെയ്തു വെച്ച സകല വാതിലുകളും, and every one of those sins which have ancestors have opened the door അതിന്റെ for, പരിണിത ഫലമായി നീയും നിന്റെ തലമുറയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പകൽ കാൽവറിയിൽ യേശുവിന്റെ ക്രൂശിൽ കുറേനക്കാരൻ ചെന്ന് തൊട്ടപ്പോൾ രണ്ട് വയറിന്റെ അറ്റങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ സ്പാർക്ക് ഉണ്ടാകുന്നത് പോലെ 6000 വർഷത്തെ ശാപം ആ ഒറ്റ നിമിഷം കരിഞ്ഞു മാറിയതുപോലെ എത്ര കൊടിയ ശാപത്തിന്റെ കീഴിൽ കിടക്കുകയാണെങ്കിലും ഇന്ന് പകലിൽ യേശു അതിനെ പൊട്ടിക്കട്ടെ. let every curse of witchcraft and magician and divination that has passed down through the bloodline, let it shut by the blood of the Lord Jesus Christ. Hallelujah.
ആ കരമൊന്ന് ഉയർത്തി സ്തുതിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്തുതിച്ചാൽ. Come on, if you're watching me online, lift your hands wherever you are and worship him, for he is a curse breaker. ഒന്നുകൂടെ ഈ സുവിശേഷത്തെ ഉയർത്തിക്കൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങൾ ഇന്ന് വന്ന വണ്ടിയല്ല, നിങ്ങളുടെ കൂടെ വന്ന ആളുകളല്ല, ഈ സത്യം നിത്യ ദൈവമായ യേശുവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചതാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. There is no greater. നാം രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം. There is no greater blessing than to know the name above all names. The name of Jesus sets. കൂടെ കൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ, Repeated accidents. ഒന്ന് മാറി ഉണ്ടാകുന്ന മരണങ്ങൾ, Death, repeated deaths. അബോർഷനുകൾ, Abortions. കയ്യിലേക്ക് വന്ന നന്മ പ്രാപിക്കാൻ പറ്റാതെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അവസ്ഥകൾ, Unable to enjoy the blessings that is coming into your hands. കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണങ്ങൾ, Dissensions in families, divisions in families. ഉയരാൻ പറ്റാത്തത്, Unable to prosper. ഭാവി കെട്ടപ്പെട്ട് കിടക്കുന്നത്, Future is bound in darkness. കൈയടിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ആരോടും പറയാൻ പറ്റാത്ത വേദനകളുമായി നീ വന്നത്. You're able to sing, you're able to come for church, but you have unbearable, undeclared, unsorted pain in your heart. നിനക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചില ശാപമണ്ഡലങ്ങളുണ്ട്. And you sit here in the presence of God and you know this is lingering because of a curse. അങ്ങനെ എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുള്ളവരുണ്ടോ ഇതിനകത്ത്? Is there anybody here who's watching me who have experienced what I'm saying? ഇന്ന് നിങ്ങളുടെ സന്തോഷ ദിവസമാണ്. This is a day of your freedom. Jesus. അടുത്ത 3.5 മാസത്തിനകത്ത് ഇതിന്റെ റിസൾട്ട് ചിലർ സാക്ഷ്യങ്ങളായി I പറയാം. prophesy to you, within the next 3.5 months you will see the result of the breaking of a curse in your family. നീ അനുഗ്രഹിക്കപ്പെടുന്നത് തന്നെയാണ് യേശുവിന്റെ ഇഷ്ടം. Jesus wants you to be truly blessed. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് തന്നെയാണ് യേശുവിന്റെ ഇഷ്ടം. That is his desire, that our families be 100% blessed. Amen. ആ കൈ രണ്ടും ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? Can you lift those hands and call on the name of Jesus? ജനറേഷണൽ കേഴ്സ് ഉണ്ട്. Generational curses. പിതാക്കന്മാരിൽ നിന്ന് വന്ന ശാപങ്ങളുണ്ട്. There are generational curses that has passed on to us through the bloodline. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തതല്ല. അപ്പച്ചന്മാരുടെ കാലത്ത് ആരോ തുറന്നു കൊടുത്ത വാതിൽ നമ്മളും അവരിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അത് നമ്മളിലേക്കും ഇന്നും ദുരന്തമായി അവശേഷിക്കുമ്പോൾ അതിനെ ജനറേഷണൽ പിതാക്കന്മാരുടെ ശാപം എന്ന് വിളിക്കും. The consequences of our ancestors opening doors to the demons have caused the curses to pass on to us through our bloodline. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കസാരയിൽ ഇരുന്നുകൊണ്ട് അതിനെ ഡീൽ ചെയ്യാൻ പറ്റും. But you can sit here in this chair and you can deal with that curse. ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റും. You can bring a solution to that curse. കൈ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചിട്ട് പറയാം. Come on, if you lift your voice and confess and with your mouth the Lord Jesus. എൻ്റെ അപ്പച്ചന്മാരുടെ കാലത്ത് If you confess with your mouth, Lord, my ancestors. അവർ അറിയാതെ What unknowingly what they did. അറിഞ്ഞുകൊണ്ടോ Or knowingly. തുറന്നിട്ട വാതിലുകളെ Whatever door has been opened. ഞാൻ യേശുവിന്റെ വകയായതുകൊണ്ട്. Because I belong to Jesus. ഞാൻ യേശുവിന്റെ വകയായതുകൊണ്ട്. Because I belong to Jesus. ഞാൻ യേശുവിന്റെ വകയായതുകൊണ്ട്. Because I belong to Jesus. ഒരുവൻ If anyone is in Christ, he is a new creation, and the old has gone. If anyone is in Christ, he is a new creation, and the old has gone. If anyone is in Christ, he is a new creation, and the old has gone. If anyone is in Christ,
അവൻ പുതിയ സൃഷ്ടി. He's a new creation. പഴയത് കഴിഞ്ഞുപോയി. And the old has ആ gone. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, On the basis of that ആ scripture. വചനത്തിന്റെ On അടിസ്ഥാനത്തിൽ the basis of scripture. ഇന്ന് പകലിൽ In this morning. യേശുവിലൂടെ വെളിപ്പെട്ട In the name of Jesus. അനുഗ്രഹത്തിലേക്ക് In the blessing of ഞാൻ Jesus. കണക്ട് ആകുന്നു. I am a partaker of the heavenly blessings in Jesus' name. ഞാൻ കണക്ട് ആകുന്നു. I reconnect to the blessings of the Lord Jesus. നാമത്തിൽ അത്ഭുതമുണ്ടാ നാമത്തിൽ, സൗഖ്യമുണ്ടാ നാമത്തിൽ, വിടുതലുണ്ടാ നാമത്തിൽ. എങ്ങനെ ഒരുവരിലേക്ക് ശാപം കയറും? How does a curse enter a bloodline, a family? ദൈവം വെച്ച സിസ്റ്റത്തെ പൊളിച്ചാൽ, Whenever we go contrary to the God's word, the consequences we enter a curse. ദൈവം എല്ലാത്തിനും ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. The Lord has created a system of function for everything. അതിനെ പൊളിച്ചാൽ When we destroy that divine order, ആ ശാപം നിങ്ങളുടെ മേൽ മാനിഫെസ്റ്റ് ആകും. that curse can manifest in our lives. സദൃശവാക്യം 3:33 പറയുന്നു, Proverbs 3:33 says, യഹോവയുടെ ശാപം ദുഷ്ടന്റെ മേൽ വരുന്നു. the curse of the Lord is on the house of the wicked. സദൃശവാക്യം 26:2 പറയുന്നു, കുരുകിൽ പാറിപ്പോകുന്നത് പോലെ മീവൽ പക്ഷി പറന്നു പോകുന്ന പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. The Bible says a curse without a cause shall not come to pass. അപ്പോസ്തലപ്രവൃത്തി 17:26 പറയുന്നു, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ ഒരു മനുഷ്യനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. Acts chapter 17 and verse 26 says, ഒരു മനുഷ്യനിൽ നിന്ന് സകലരെയും കൊണ്ടുവന്നു. through one man the entire generations and races of humanity was created. ആ മനുഷ്യനാൽ And through that one man, പാപവും ശാപവും ലോകത്തിൽ വന്നു എന്ന് റോമർ 5:16 പറയുന്നു. Romans 5:16 says, through that one man sickness and curse came into the generations of humanity. ഒരു മനുഷ്യനാൽ വന്ന ശാപത്തെ, And because through one man the curse came, ആ രോഗത്തെ, and that sickness ആ came, മരണത്തെ മാറ്റാൻ and death came through one man. 5-ാം അധ്യായം റോമാലേഖനം 17-ാം അധ്യായത്തിൽ ഗുഡ് ന്യൂസ് കൊടുത്തിരിക്കുന്നു. And chapter 5 of Romans in verse 17 says, 5:17 റോമാലേഖനത്തിൽ പറയുന്നു, Romans 5:17 says, ഒരു മനുഷ്യനെ കൊണ്ട് തന്നെ ആ ശാപത്തെയും രോഗത്തെയും അവിടുന്ന് and മാറ്റി. because the curse came through one man, and through one man he removed the curse from humanity. ആ ഒറ്റ മനുഷ്യനാണ് യേശു. And through that one man the Lord Jesus Christ. നിങ്ങൾക്കറിയാമോ, Do you know? അബ്രഹാം ഇതുപോലത്തെ ഒരു മനുഷ്യനായിരുന്നു. Abraham was an ordinary man. പക്ഷെ ഒരു ദിവസം But one day ദൈവത്തിന്റെ വെളിപ്പാടുണ്ടായി. he had a revelation of God. നമ്മളെ പോലെ പറഞ്ഞു കൊടുക്കാൻ പാസ്റ്റർമാരില്ല, There were no pastors to instruct him like we have. ഏരിയ ലീഡേഴ്സ് ഇല്ല. There were no area leaders for Abraham. പക്ഷെ അന്ന് അബ്രഹാം തീരുമാനിച്ചു, But that day Abraham decided. ഇന്ന് തൊട്ട് എനിക്ക് ഈ ദൈവത്തെ മതി. He decided, I will walk in covenant with this God. നമ്പർ 1, Number one, തിരിച്ചറിയുക, acknowledge that you are under a curse. എനിക്ക് ശാപമുണ്ടെന്ന് തിരിച്ചറിയുക. I am under the influence of a curse. നമ്പർ 2, Number two, തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, after you acknowledge, നീ ഒരു തീരുമാനമെടുക്കുക. you decide. അബ്രഹാം തീരുമാനമെടുത്തു. Abraham made a covenant. അവൻ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങി. He began to obey the Lord. അതുവരെ Until that time, അവൻ കണ്ട ശാപങ്ങൾ he saw the curses മാറി. moved away, അവനിൽ നിന്നും അനുഗ്രഹം ഒഴുകാൻ തുടങ്ങി. and he began to walk in the river of blessing. അവൻ ഒരു നദിയായി മാറി. He became a river of blessing. നീ ഒരു അനുഗ്രഹത്തിന്റെ നദിയായി മാറി. You will become a river of blessing. നീ വായ്പ വാങ്ങിച്ച് തകരുകയല്ല, നീ വായ്പ കൊടുക്കാൻ തുടങ്ങുക. You shall not borrow, but you shall lend to nations. നിന്റെ തലമുറകൾ അനുഗ്രഹമാകും. And your generation shall be a blessing. അവൻ ദൈവത്തോട് ഒരു ഉടമ്പടി വെച്ചു. And he made a covenant നീ with എന്റെ God. ദൈവമായിരിക്കും. Abraham said, you will be my God, ഞാൻ നിന്റെ വകയായി മാറും. and I will be your son. ഇന്ന് പകലൊരു തീരുമാനമെടുക്കാമോ? And can you make a decision this morning? ഇന്ന് തൊട്ട് ഈ ദൈവത്തെ എനിക്ക് വേണമെന്നൊരു Can തീരുമാനമെടുക്കും. you make a decision this morning that ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്നൊരു തീരുമാനമെടുക്കും. this God will be my God, ഇന്നലെ വരെ നിന്റെ കണ്ട തകർച്ചകൾ ഇന്ന് പൊട്ടിയിരിക്കും. and this God shall break you free from the curses of നിന്റെ yesterday. അറിവില്ലായ്മയിലോ നീ അറിഞ്ഞോണ്ടോ ഒക്കെ ചെയ്തതെല്ലാം കർത്താവ് ഇന്ന് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. Whatever you have done knowingly or unknowingly, the Lord will put a stop to it നീ today. തുറന്നു കൊടുത്ത വാതിൽ നീ അടയ്ക്കാൻ റെഡിയാണെന്ന് നീ പറഞ്ഞാൽ എത്ര വലിയ ശാപവും ഇന്ന് പകലിൽ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറും. If you can shut that door of invitation to the devil from the ancestors, the Lord shall step in to make your life a river of blessing. Hallelujah. ഒന്ന് തിരിച്ചറിയുക,
Acknowledge that there is a curse. ചിലർ എത്ര അറിഞ്ഞാലും തിരിച്ചറിയത്തില്ല. Many people cannot acknowledge. അവർ പറയും എനിക്കൊരു കുഴപ്പമില്ല. They are in denial. I have no problem, they say. പക്ഷെ തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെട്ടു. But if you acknowledge that you are under a curse. രണ്ട്, Number 2, നീ തന്നെ ഒരു സ്റ്റെപ്പ് വെക്കുക. you should take a decision, repent and take a decision. 3, Number 2, Number 3, വേദപുസ്തകത്തിലെ സകല അനുഗ്രഹങ്ങൾ every blessing written in this book, നമ്മുടെ പ്രഖ്യാപനത്തിലൂടെയാണ്. it activates through our confession. നിങ്ങൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? How did you get saved? Through our confession. നമ്മുടെ വായി വാചനത്തിലൂടെ. വായുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട്. Amen. Thank you, Jesus. നമ്മൾ എങ്ങനെയാണ് രോഗസൗഖ്യം സ്വീകരിച്ചത്? How did we receive a healing from our sickness? വിശ്വാസത്തിലൂടെ. We receive it by faith. അത് പിന്നീട് നോക്കിയപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടിൽ അത് രോഗസൗഖ്യമായി. And that became a medical report that showed the healing in your body. ഇന്നതിനെ വിശ്വസിക്കുക. Believe that you will be set free. തിരിച്ചറിയുക. Acknowledge that you are under a curse. And you take a decision. പ്രഖ്യാപിക്കുക. You declare with your mouth. വിശ്വാസത്തോടെ സ്വീകരിക്കുക. And by faith you receive the blessing from the cross. Hallelujah. ഇന്നു മുതൽ, from today onwards, നീ ഒരു അനുഗ്രഹമാണ്. from this day forward, the Lord will bless you. രാജ്യങ്ങളുടെ മേലുള്ള ശാപമുണ്ട്. രാജ്യങ്ങളുടെ മേലുള്ള ശാപമുണ്ട്. There are curses upon nations. ദേശങ്ങളുടെ മേലുള്ള ശാപമുണ്ട്. There are curses upon nations. കുടുംബങ്ങളുടെ മേലുള്ള ശാപമുണ്ട്. There are curses upon families. തലമുറകളുടെ മേലുള്ള ശാപമുണ്ട്. There are curses upon generations. ജനറേഷണൽ കേഴ്സ് ഉണ്ട്. Generational curses. സാമ്പത്തിക ശാപമുണ്ട്. There are financial curses. ഇതിനെല്ലാം കർത്താവ് ബ്രേക്ക് ചെയ്യും. The Lord has the power to break all these curses. നിന്റെ ശാപം മാറിയാൽ, if you are free from a curse, നീ വേറെ ലെവലിലേക്ക് മാറും. you will move into another dimension in life. ഞാൻ ഇവിടെ ഉണ്ടാകും. I am here. ഞാൻ നിങ്ങളുടെ ടെസ്റ്റിമണികൾ കേൾക്കും. And I will hear your testimonies. അങ്ങനത്തെ അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകും. And there shall be such testimonies in future. അതുണ്ടായി കഴിഞ്ഞാൽ, And after that, ദേശത്തു നീ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അടുത്തിരിക്കുന്നവരെ കൈ ഒന്ന് പിടിച്ചോണ്ട് ആ വരി ഒന്ന് പാടിയേ. come on, join your hands to your neighbor and sing this song. I shall be a blessing to the nation. I shall be blessing in my family. Amen. Amen. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടക്കുകയില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ